കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 12-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നിഷിദ്ധ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനെ എടുത്തു മാറ്റുക. അത് നമ്മുടെ ശരീരത്തിൽ അണിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ, അത് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തു മാറ്റുക. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം, വിടുതൽ നമ്മിലേക്ക് കടന്നു വരും. സ്നേഹമുള്ളവരെ, തിരുവചനത്തിൽ ജോഷുവയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, കർത്താവ് ജോഷുവയോട് പറഞ്ഞു, ജെറിക്കോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ എനിക്ക് ബലിയായി സമർപ്പിക്കുമ്പോൾ നശിപ്പിക്കപ്പെട്ട പട്ടണത്തിൽ നിന്നും ഒന്നും എടുക്കരുത്. എന്നാൽ ഈ ദൈവകൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു. പിന്നീടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനം തോറ്റുകൊണ്ടേയിരുന്നു. ജനം ഭയപ്പെട്ട് ഓടി, പലരും മരിച്ചു വീണു. ഇതുകൊണ്ട് ജോഷുവ വസ്ത്രം കീറി ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോടൊത്ത് പ്രാർത്ഥനകൾ തുടങ്ങി. അപ്പോൾ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, നിശ്ചിത വസ്തുക്കൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ട്, അത് എടുത്തു മാറ്റുക. മാറ്റുന്നതുവരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. സ്നേഹമുള്ളവരെ, ദൈവം നമ്മളെ അറിയുന്നു. നമ്മുടെ മനസ്സ്, നമ്മുടെ ആകുലതകൾ, നമ്മുടെ ഇല്ലായ്മകൾ എല്ലാം അവിടുന്ന് അറിയുന്നു. എന്നാൽ ദൈവം നമ്മിൽ നിന്ന് ഏറ്റവും അധികം അറിയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. അത് നമ്മുടെ പ്രാർത്ഥനകളിലും ദൈവത്തിന് സമർപ്പിക്കുന്ന കാഴ്ചകളിലും ദൈനംദിന ജീവിതത്തിലും നാം ശ്രദ്ധിക്കണം എന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നു. യേശുവിന്റെ തിരുമുമ്പിൽ നമ്മുടെ സകല പാപങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് പറയും, കർത്താവേ, അങ്ങയെ വിട്ടുപിരിയുവാൻ എനിക്ക് കഴിയുകയില്ല. അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും. അങ്ങ് എന്നെ കരുതണം ഈശോയെ. ഞാനിതാ പ്രാർത്ഥിക്കുന്നു. ഓ എൻ്റെ യേശുവേ, സാന്നിധ്യം അറിഞ്ഞിടുമ്പോ മറന്നിരിപ്പാൻ കഴിവതില്ലേ? അക്കരുതൽ നനച്ചിടുമ്പോ വിട്ടു പിരിയാൻ കഴിവതില്ലേ? സാന്നിധ്യം അറിഞ്ഞിടുമ്പോ മറന്നിരിപ്പാൻ കഴിവതില്ലേ? അക്കരുതൽ നനച്ചിടുമ്പോ. കർത്താവായ യേശുവേ, എൻ്റെ വീഴ്ചകളിൽ എന്നെ കരം പിടിച്ചു നടത്തി അങ്ങേക്ക് ഞാനിതാ നന്ദി പറയുന്നു. എൻ്റെ കാൽകളെ പാറമേൽ ഉറപ്പിച്ചു നിർത്തിയതും അവിടുന്ന് തന്നെ. ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ. അങ്ങയുടെ പരിശുദ്ധ നാമം ഇന്നുമെന്നും മഹത്വപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. കരം പിടിച്ചു നടത്തിയതും എൻ കാൽകളെ ഉറപ്പിച്ചതും എൻ്റെ കർത്താവേ, ഞാൻ വലയുവാനിടവരാതെ വലയമായി നടത്തിയതും കരം പിടിച്ചു നടത്തിയതും എൻ കാൽകളെ ഉറപ്പിച്ചതും ഞാൻ വലയുവാനിടവരാതെ
കർത്താവായ യേശുവേ, എനിക്ക് നല്ലൊരു ഭാവി അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രത്യാശിക്കുന്നു എൻ്റെ ദൈവമേ. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. കൽപ്പിച്ചതും എൻ ഭാവിക്കായൊരുക്കിയതും എൻ കരത്തിൽ നൽകിയതും എൻ്റെ യേശുവേ, അതിശയം അതിശയമേ, എനിക്കായി കൽപ്പിച്ചതും എൻ ഭാവിക്കായൊരുക്കിയതും എൻ കരത്തിൽ നൽകിയതും അതിശയം അതിശയമേ. കർത്താവായ യേശുവേ, അങ്ങേ കാത്തിരിക്കുന്ന ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കർത്താവെ ഇടയാക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. ഒരുക്കും ഭവനമുണ്ട്, കൈപ്പണിയല്ലാത്ത ഭവനം. ആ ഭവനത്തിൽ ഞാനും പോയിടും, എൻ പ്രിയനോടൊത്തു വാണിടും. എനിക്കൊരുക്കും ഭവനമുണ്ട്, കൈപ്പണിയല്ലാത്ത ഭവനം. ആ ഭവനത്തിൽ ഞാനും പോയിടും, എൻ പ്രിയനോടൊത്തു വാണിടും. എളിമയുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന നമ്മെ ഏവരെയും കർത്താവായ യേശു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.